സമസ്ത കേരള ജമിയത്തുലുമക്ക് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടുകൂടി അതിൻ്റെ ഒന്നാമത്തെ നേട്ടമായി പറയാനുള്ളത്, കേരളത്തിൽ ഒരു മത രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾക്കും ഒരുമിച്ച് കൂട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള ഇതുപോലുള്ള ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കാൻ മാത്രം സമസ്ത കേരള ജമിയത്തുലുമ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ഈ വലിയ ശക്തിയുടെയും സ്വീകാര്യതയുടെയും അംഗീകാരത്തിൻ്റെയും നേട്ടങ്ങളുമായിട്ടാണ് ഈ മഹാസമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അതിനെതിരായി വരുന്ന ആശയാദർശങ്ങളെ നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി പ്രതിരോധിക്കാനും സാധിച്ചതിലൂടെ ആ പണ്ഡിത ദൗത്യം നമ്മുടെ മഹാരഥന്മാരായ നേതൃത്വം വളരെ ഭംഗിയായി ഫലപ്രദമായി വിനിയോഗിച്ചതിൻ്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ മുഖ്യധാര ഏത് എന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരള ജമിയത്തുലുമ വിഭാവന ചെയ്യുന്ന ഈ പാരമ്പര്യ മുസ്ലിം സമൂഹമാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതപരമായ കാര്യത്തിൽ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ മഹത്തായ പ്രസ്ഥാനം നേടിയെടുത്ത വിശ്വാസ്യതയാണ്. പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നാലും അക്കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലുമ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഏറ്റവും സ്വീകാര്യമായത് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. അത് സമസ്തയുടെ അനുഭാവികളോ പ്രവർത്തകരോ പ്രസ്ഥാന ബന്ധുക്കളോ മാത്രമല്ല, ഒരു ശരാശരി മുസ്ലിം ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും ധരിച്ചു വച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. അതിൻ്റെ കാരണം മതപരമായ കാര്യത്തിൽ ഇക്കാലമത്രയും ഈ മഹത്തായ പ്രസ്ഥാനം ഈ സമുദായത്തിൻ്റെ മുമ്പിൽ ഉത്ബോധിപ്പിച്ച ഓരോ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു, ആധികാരികമായിരുന്നു, പ്രാമാണികമായിരുന്നു എന്ന് നമ്മുടെ നേതൃത്വത്തിന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അത് നിഷേധിക്കാൻ, അത് ചോദ്യം ചെയ്യാൻ, ആ ചോദ്യം ചെയ്യലുകളിലെ അത്തരം വിമർശനങ്ങളെ വസ്തുതാപരമായിട്ട് തെളിയിക്കാൻ ഇന്നുവരെ ഒരു എതിരാളിക്കും സാധ്യമായിട്ടില്ല എന്ന് പ്രത്യേകമായി നമുക്കെടുത്തു പറയാൻ സാധിക്കും. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ സമുദായത്തെ പ്രാപ്തമാക്കുന്ന മദ്രസകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, ദർസുകളിലൂടെ, മതപ്രഭാഷണങ്ങളിലൂടെ, ഇതുപോലുള്ള മഹാസമ്മേളനങ്ങളിലൂടെ, ആവശ്യാനുസരണം നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ, പ്രസ്താവനകളിലൂടെ, ആഹ്വാനങ്ങളിലൂടെ ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ദിശ നിർണയിച്ചു കൊടുക്കുന്നതിലൂടെ തന്നെ നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് എന്ന കൃത്യമായ ബോധത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുലുമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും നിരവധി ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളുമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യം എന്ന് അഭിമാനിക്കാവുന്ന ഒരു വലിയ മഹാരാജ്യത്ത്, ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിപ്പത്തിൻ്റെയും ജനസംഖ്യയുടെ ഒക്കെ പേരിൽ പറഞ്ഞാൽ 2ാം സ്ഥാനം പറയാവുന്ന ഒരു വലിയ രാജ്യം,
ആ രാജ്യത്ത് ആ രാജ്യം വിഭാവന ചെയ്യുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി ഇവിടുത്തെ സാമുദായികമായ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു മതവിഭാഗത്തിനും ഒരു പ്രയാസവും സൃഷ്ടിക്കാതെ, എന്നാൽ സ്വന്തം വിശ്വാസാചാരാനുഷ്ഠാന ക്രമങ്ങളെ പറയാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതനുസരിച്ചൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും ആധുനിക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആശയാദർശ ക്രമമനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കൃത്യമായി വളർത്തിയെടുത്ത് അതേ വഴിയിലൂടെ സഞ്ചരിക്കാനും അവർക്കിടയിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ അതേ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് നയിക്കാനും സാധിക്കുന്ന വിധം ഒരു കൃത്യമായ ആദർശത്തിലൂന്നിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു എന്നുള്ളത് സമസ്തയുടെ സുപ്രധാനമായ മറ്റൊരു നേട്ടമാണ്. ഈ പ്രസ്ഥാനം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം നിരവധി മദ്രസകൾ, നിരവധി അറബിക് കോളേജുകൾ, നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രഭാഷണങ്ങളിലോ ഒരു ഗ്രന്ഥത്തിലോ ഒരു പാഠ്യപദ്ധതിയിലോ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായ പരാമർശമുണ്ടെന്ന് ഇന്നുവരെ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അതിൻ്റെ പാഠ്യപദ്ധതി ഇവിടുത്തെ ഏതെങ്കിലും സാമുദായ വിഭാഗത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അതിൻ്റെ പാഠപുസ്തകങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിൻ്റെ ചോദ്യപേപ്പറുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിൻ്റെ സിലബസുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഈ രാജ്യത്തിൻ്റെ മതവിഭാഗങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നുവെന്ന പരാതി ഉയർന്നു വന്നിട്ടില്ല. തീവ്രവാദവും വർഗീയവാദവും ഉയർന്നു വരുന്ന സമയത്ത് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ സമുദായത്തിനകത്തുനിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് മതവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ആരെക്കാൾ മുൻപന്തിയിൽ പറയാനും പ്രഖ്യാപിക്കാനും ഉത്ബോധിപ്പിക്കാനും ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ 100 വർഷക്കാലത്തിനിടയിൽ വർഗീയമായൊരാരോപണം സമസ്ത കേരള ജംഇയ്യത്തുലമക്കെതിരെ എതിരാളികൾ പോലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. തീവ്രവാദപരമായ ഒരു ആരോപണം എതിരാളികൾ പോലും ഈ പ്രസ്ഥാനത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അതിനനുസരിച്ച ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ പഠിപ്പിച്ചത്. സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് മദ്രസകളുടെയും ദർസുകളുടെയും അറബിക് കോളേജുകളുടെയും എണ്ണമോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണമോ അല്ല. അതിനേക്കാളപ്പുറം മതവിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭൗതിക വിദ്യാഭ്യാസ സംസ്കാരത്തെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. അതിനെ ഇന്ന് കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകത്തെ മുസ്ലിം സമുദായം വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയും കേരള മുസ്ലിം മോഡൽ എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പരിചയപ്പെടുത്താവുന്നതും വളരെ ആത്മാഭിമാനത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും അവർ പരിചയപ്പെടുന്ന ഒരു കേരള മോഡലായി സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തെയും വിദ്യാഭ്യാസ സംസ്കാരത്തെയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നാം തിരിച്ചറിയേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ പരിചയപ്പെടുത്തുന്ന മതവിദ്യാഭ്യാസം അത് കേവലം മതത്തിൻ്റെ അടിസ്ഥാനപരമായ ആരാധനാമുറകളെ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന മതവിദ്യാഭ്യാസം മാത്രമല്ല. പരിശുദ്ധമായ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടുകൊണ്ട് ആ സ്രോതസ്സിൽ നിന്ന് ലഭ്യമാകുന്ന വിജ്ഞാന ശാഖകളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മതരംഗത്ത് നേടിയെടുത്ത വിദ്യാഭ്യാസത്തിലൂന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു തലമുറ ഏതെങ്കിലും ബിദഈ പ്രസ്ഥാനങ്ങളിലേക്കോ മതനിഷേധത്തിലേക്കോ ദൈവനിഷേധത്തിലേക്കോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കോ ബഹുസ്വരത നിഷേധിക്കുന്ന അപകടകരമായ വൈകാരികതകളിലേക്കോ ഈ സമുദായത്തിൽ വളർന്നു വരുന്ന മക്കൾ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന കൃത്യമായ വിദ്യാഭ്യാസ വിപ്ലവമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ പഠിപ്പിച്ചത്.
ആ വിദ്യാഭ്യാസം കേവലം ഒരു അക്കാദമികമായ പ്രവർത്തനം മാത്രമല്ല, മലയാളത്തിലെ കേരളത്തിലെ സമസ്തയുടെ വിദ്യാഭ്യാസത്തെ സ്വീകരിച്ചവരെല്ലാം അതൊരു ജീവിത ശൈലിയായി സ്വീകരിക്കപ്പെട്ടു. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് 5 വയസ്സ് തികഞ്ഞാൽ അവർ സമസ്തക്കാരാവേണ്ടതില്ല, അവർ സംഘടനാ പ്രവർത്തകരാകേണ്ടതില്ല, അവർ ഏതെങ്കിലും മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും മതസംഘടനയുടെയും ഭാഗമാകേണ്ടതില്ല. ആ കുഞ്ഞിന് 5 വയസ്സ് തികഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം വേണമെന്ന് ആ രക്ഷിതാക്കൾ ചിന്തിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കും മനോഭാവത്തിലേക്കും കേരളത്തിൻ്റെ മുസ്ലിം പൊതുബോധത്തെ പോലും ചിന്തിക്കാൻ പര്യാപ്തമാക്കിയത് കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ സംസ്കാരമാണ്. ആ വിദ്യാഭ്യാസ സംസ്കാരം ഈ രാജ്യത്തിൻ്റെ നിയമത്തെ അംഗീകരിക്കുന്ന വിദ്യാഭ്യാസമാണ്. ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസമാണ്. ഈ രാജ്യത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസമാണ്. ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെയും സഹോദര സമുദായങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതബോധത്തിൻ്റെയും മതസൗഹൃദത്തിൻ്റെയും എല്ലാം എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റു വകഭേദങ്ങളെല്ലാം മുൻകഴിഞ്ഞ പ്രഭാഷകരെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗം എന്ന രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചില അവകാശ പോരാട്ടങ്ങൾ നടത്തുകയും ആ അവകാശ പോരാട്ടങ്ങളിലൂടെ വിശ്വാസപരമായും സാംസ്കാരികമായും ഈ സമുദായം ചില നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഈ കുറഞ്ഞ സമയത്തിനകം സൂചിപ്പിക്കാം. 1969 ഇന്ത്യയിലെ വഖഫ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു നിയമം വന്നു. ആ നിയമത്തിൽ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവ്, ആ ഉത്തരവിൽ പറഞ്ഞ കാര്യം വഖഫ് സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന വരുമാനത്തിൻ്റെ 6% ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിലേക്ക് കടക്കണം. ആ വരുമാനത്തിൻ്റെ സ്രോതസ് നമ്മുടെ പള്ളികളിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിലെ ഖാദി ഖതീബുമാർ ഇമാമുമാർ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ നിക്കാഹിന് പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഹദിയായിട്ട് നൽകപ്പെടുന്ന നിക്കാഹിൻ്റെ പണമെന്ന് പറയും. ആ സംഖ്യ ഒരു വർഷം എത്ര തുക ലഭ്യമാകുന്ന ഒരു പള്ളിയിലെ ഇമാമിന് ആ സംഖ്യയുടെ 6%, വർഷത്തിലെ 6% ഇവിടുത്തെ സർക്കാരിലേക്ക് കടക്കണമെന്ന് നിയമം വന്നു. പള്ളിയുടെ വരുമാനത്തിനു വേണ്ടിയിട്ട്, വഖഫ് സ്ഥാപനങ്ങളുടെ വരുമാനത്തിനു വേണ്ടിയിട്ട് പല മുസ്ലിം വീടുകളിലെയും സഹോദരന്മാർ അവരുടെ പറമ്പിൽ 10, 30, 40 തെങ്ങുകളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1, 2 തെങ്ങ് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യും. അങ്ങനെ വഖഫിലൂടെ വരുമാനത്തിലൂടെ ലഭ്യമാകുന്ന തേങ്ങകളിൽ ആ തെങ്ങിൻ്റെ വരുമാനത്തിൽ ഒരു വർഷം എത്ര ലഭ്യമാകുന്നുവോ ആ മൊത്തം വരുമാനത്തിൻ്റെ മൂല്യം കണക്കാക്കി അതിൻ്റെ 6% സർക്കാരിലേക്ക് അടക്കണം തുടങ്ങി ഒരു വഖഫ് സ്ഥാപനത്തിലേക്ക് ലഭ്യമാകുന്ന ചെറുതും വലുതുമായ മുഴുവൻ വരുമാനത്തിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെ 6% സർക്കാരിലേക്ക് അടക്കണം എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ആ വർഷത്തിലേത് മാത്രമല്ല, 1969 ഇറങ്ങിയ ഉത്തരവിൽ പറഞ്ഞത് 10 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ, അഥവാ 1959 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രീതി ലഭ്യമായ വരുമാനത്തിൻ്റെ എല്ലാം അതിൻ്റെ വിഹിതം കണക്കാക്കി 6 വർഷം 6% സർക്കാരിലേക്ക് കടക്കണമെന്നൊരു ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്ന സമയത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് ടൗൺ ഹാളിൽ കേരളത്തിലെ വഖഫ് സ്ഥാപന ഭാരവാഹികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ പങ്കെടുത്ത വഖഫ് സ്ഥാപന ഭാരവാഹികളോട് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു, ഇങ്ങനെ അപകടകരമായ ഒരു നിയമം വന്നിട്ടുണ്ട്. ഈ നിയമത്തെ മറികടക്കാൻ വഖഫ് സ്ഥാപനങ്ങളെ അതിന് നേരായ ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമവിധേയമായ ചില നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അതിനോട് സഹകരിക്കുമെങ്കിൽ സമസ്ത
അതിന് മുൻകൈയെടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വഖഫ് സ്ഥാപന ഭാരവാഹികളെല്ലാം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങൾക്കും ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പിന്തുണ അവിടെ ആഹ്വാനം ചെയ്തു, പിന്തുണ അർപ്പിച്ചു. അങ്ങനെ 1969 സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ചു. ആ സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും നമ്മുടെ തലമുതിർന്ന ഉമറാക്കളിൽ പ്രമുഖനായ മുക്കമ്പി മോയ്മോൻ ഹാജി ആ സമിതിയിൽ അംഗമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിട പറഞ്ഞ TK പരീക്കുട്ടി ഹാജി ആ സമിതിയിൽ അംഗമായിരുന്നു. മാന്നാർ അബ്ദുൽ ഖാദർ ഹാജിയെ പോലെയുള്ള സമസ്തയുടെ ഉമറാക്കൾ പ്രമുഖരായ പലരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന ആ സമിതി ഉണ്ടാക്കി. ആ സമിതി ഉണ്ടാക്കിയതിനു ശേഷം മഹാനായ ശംസുൽ ഉലമാ K അബൂബക്കർ മുസ്ലിയാർ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കണ്ടുകൊണ്ട് നിവേദനം നൽകി. മഹാനായ ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷമല്ല മന്ത്രിമാർക്ക് നിവേദനം നൽകാൻ തുടങ്ങിയത് എന്നതുകൂടി ഈ ചരിത്രത്തിന്റെ പാഠമാണ്. 1969 മഹാനായ ശംസുൽ ഉലമാ കേന്ദ്രമന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഈ വഖഫ് സംബന്ധമായ ഉത്തരവിലെ ഈ അപകടകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകി. ഈ സംരക്ഷണ സമിതിയോട് പറഞ്ഞു, നിങ്ങൾ കേരള ഗവർണറെ പോയി കാണണം, നിവേദനം നൽകണം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോഴിക്കോട് വന്നപ്പോൾ അവരെയും കണ്ടുകൊണ്ട് നിവേദനം നൽകി. നിരന്തരമായ നിയമവിധേയമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് നിവേദനം നടത്തി സമ്മർദ്ദം ചെലുത്തി 1970 ആയപ്പോഴേക്ക് ഇതേപോലുള്ള നിസ്സാരമായ വരുമാനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വിഹിതം പിടിക്കുന്ന ആ തീരുമാനങ്ങളെ പുനഃപരിശോധിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവ് പുനഃപരിശോധിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിക്കൊണ്ട് ഈ രീതിയിലുള്ള ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഖഫ് സ്ഥാപനങ്ങളിലെ സ്ഥായിയായ വരുമാനങ്ങൾക്ക് മാത്രം 7% വിഹിതമടച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് അന്നത്തെ ആ നീക്കത്തിലൂടെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭാവനക്ക് വിഹിതമടക്കേണ്ടതില്ലാത്ത വിധം, വരിസംഖ്യക്ക് വിഹിതമടക്കേണ്ട വിധമില്ലാത്ത വിധം, അതേപോലെ വഖഫ് സ്ഥാപനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സ്ഥായിയായ വരുമാനങ്ങൾക്ക് മാത്രം വിഹിതമടച്ചാൽ മതി എന്ന തരത്തിലേക്ക് ഈ വിഹിതമടപ്പിന്റെ രീതിയെ പുനർനിർണയിക്കുന്നതിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് സാന്ദർഭികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിലെ യതീംഖാനകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അത് കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ യതീംഖാനകളിൽ പഠിക്കാറുണ്ട്. ആ പട്ടിണി പാവങ്ങളായ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത, അവർ കൊടുക്കാൻ വസ്ത്രമില്ലാത്ത, വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ചേരി പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ, അനാഥ മക്കളെ നമ്മുടെ നാട്ടിലെ 100 കണക്കിന് യതീംഖാന ഭാരവാഹികൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല വസ്ത്രമുടിപ്പിച്ച്, നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല മിടുക്കരായ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നൊരു പ്രവണത ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഏതാനും വിദ്യാർത്ഥികളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വഴിയിൽ അവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ സമയത്ത് ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് കുട്ടിക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. മാധ്യമങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിവാദമുണ്ടാക്കി. ഇവിടെയുള്ള പല യതീംഖാനകളെയും ചൂണ്ടിക്കാണിച്ച് അവിടെയെല്ലാം റെയ്ഡ് നടത്തി. യതീംഖാന ഭാരവാഹികളെ പലരും അറസ്റ്റ് ചെയ്തു, പ്രോസിക്യൂട്ട് ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരമായൊരു അന്തരീക്ഷമുണ്ടായി. അതിൻ്റെ കാരണം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു ബാലനീതി നിയമം വന്നിട്ടുണ്ട്, JJ ആക്ട് വന്നിട്ടുണ്ട്. ഇനിയെല്ലാം ഇത്തരം അനാഥശാലകൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ JJ ആക്ടിന് വിധേയമായിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന കണിശമായ നിയമം ഉണ്ടാക്കുന്ന ആ നിയമം അടിച്ചേൽപ്പിക്കുന്ന രീതി വന്നു. സ്വാഭാവികമായും JJ ആക്ട് അനുസരിച്ചുകൊണ്ട്
ഒരു യതീംഖാന നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യതീംഖാന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രായോഗികമാണ്. കാരണം ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലിനെ കുറിച്ച്, അവരുടെ ക്ലാസ് റൂമുകളെ കുറിച്ച്, അവർക്കുള്ള അധ്യാപകരെ കുറിച്ച്, അവരുടെ കൗൺസിലേഴ്സിനെ കുറിച്ച്, അവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ പാവപ്പെട്ട യതീം മക്കളെ പഠിപ്പിക്കാനും വേണ്ടി ഉദാര മനസ്കിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ JJ ആക്ടിന് അനുസരിച്ചുകൊണ്ട് യതീംഖാനകളെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം വന്നു. മാത്രമല്ല, അങ്ങനെ ആ നിയമം ലംഘിച്ചുകൊണ്ട് യതീംഖാന നടത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അനധികൃതമായി താമസിക്കപ്പെടുന്ന ഒരു കുട്ടിക്ക് 50,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടം വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ യതീംഖാന ഭാരവാഹികളുടെ യോഗം വിളിച്ചു. യതീംഖാന ഭാരവാഹികളുടെ യോഗം വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഇതാ നമ്മുടെ യതീംഖാനകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി, അവർക്കൊക്കെ ജീവിതം നൽകി, അവരുടെ കുടുംബത്തിൽ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാസംവിധാനമാണ്. അതിനെ ഇതാ ഒരു നിയമം കൊണ്ട് അതിനെ കുച്ചു വിലങ്ങടാകാനും യതീംഖാന പ്രസ്ഥാനത്തെ തകർക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ JJ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആ നിയമത്തെ മറികടക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ യതീംഖാന ഭാരവാഹികൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങാമെന്ന് സമസ്ത പറഞ്ഞു. ആ പ്രഖ്യാപനം വന്നപ്പോൾ പലരും പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ പിന്തുണ അർപ്പിക്കുന്നു, ഞങ്ങൾ ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി രംഗത്ത് വരുന്നു എന്ന് അവരവരുടെ തീരുമാനം പറഞ്ഞു. പല യതീംഖാന ഭാരവാഹികളും പല പൗരപ്രമുഖരും പതിറ്റാണ്ടുകളായി യതീംഖാനകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പല ആളുകളും പറഞ്ഞു, ഈ മുസ്ലിയാക്കന്മാർക്ക് വിവരമില്ല. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ യതീംഖാന അടച്ചുപൂട്ടുക എന്നല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോവുക എന്ന് പറയുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ വിഡ്ഢിത്തത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ പല യതീംഖാന ഭാരവാഹികളും അതിൽ നിന്ന് പിന്മാറി. 135 യതീംഖാനകൾ സമസ്തയോട് പറഞ്ഞു, ഞങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിന്റെ കൂടെയുണ്ട്, ഞങ്ങൾ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 135 യതീംഖാനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോയി. സുപ്രീം കോടതിയിൽ ചെന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യതീംഖാന സംവിധാനം, ഈ നാടിന് ചെയ്ത വിലയേറിയിട്ടുള്ള സംഭാവനകൾ കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട്, ഉന്നതരായ അഭിഭാഷകരെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ചു. വാദത്തിനൊടുവിൽ അത് വിധി പറയാൻ മാറ്റിവെച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം JJ ആക്ടുമായി ബന്ധപ്പെട്ട നിയമത്തിന് മുമ്പിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഇവിടുത്തെ യതീംഖാന ഭാരവാഹികളെല്ലാം ഭീതിയോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതി സമസ്ത സമർപ്പിച്ച ആ ഹർജിക്ക് മുമ്പാകെ ഹർജിയെ പരിഗണിച്ചുകൊണ്ട് അന്തിമമായ വിധി പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ഹർജി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. ഈ ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 135 യതീംഖാനകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി സമ്പാദിക്കുന്നതിൽ ഏക പങ്ക് വഹിച്ച പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ചേകനൂർ മൗലവി തുടങ്ങി വെച്ച ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടന. ആ സംഘടന കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ഹർജി സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞ ആ സംവിധാനം, ഇസ്ലാമിക ശരീഅത്ത് മൗലികാവകാശത്തിന് വിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്ത് എന്ന് മാത്രമല്ല, ഏത് മതമനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏത് പൗരനും അവനിഷ്ടപ്പെടുന്ന മതം വിശ്വസിക്കാം, ആചരിക്കാം, പ്രബോധനം ചെയ്യാം. അതിനെല്ലാം ഈ രാജ്യത്ത് അത് മൗലികാവകാശമാണ്. പക്ഷേ
ഇസ്ലാമിക ശരീഅത്ത് അത് മൗലികാവകാശത്തിന് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഹർജി നൽകി. ആ ഹർജിയെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിനെതിരായി ഹൈക്കോടതിയിൽ ഹാജരായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഭിഭാഷക വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാമിക ശരീഅത്ത്, എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ മതസ്വാതന്ത്ര്യം, എന്താണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം, മൗലികാവകാശം, അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അവിടെ വാദിച്ചു ജയിച്ചു എന്ന് മാത്രമല്ല, ആ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നൽകിയ ആ ഹർജിക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ അവസാനം കേരള ഹൈക്കോടതി ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഹർജി ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയമ പോരാട്ടത്തിന്റെ പ്രതിഫലമാണ്. അവർ വീണ്ടും സമസ്തക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. അതിൽ അപ്പീൽ പോയിരിക്കുന്നു. ഇന്ന് വരെ അവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ രാജ്യത്ത് എപ്പോഴും വിവാദമുണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം. മുസ്ലിം പെൺകുട്ടികൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്, ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ ചെല്ലുന്ന സമയത്ത് അവർ ഹിജാബ് ധരിക്കാൻ പാടില്ല, അവർ തലമറക്കാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ വിവാദമുണ്ടാകാറുണ്ട്. അത് രാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ മതസ്വാതന്ത്ര്യമാണ് എന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻ്റാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഈ വ്യാഖ്യാനത്തിൻ്റെ ഒക്കെ മറപിടിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി ഹിജാബിനെ നിരോധിച്ചുകൊണ്ട് ആ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല, അത് ഭരണഘടനാപരമായ തീരുമാനങ്ങളെക്കാളപ്പുറം അതത് സ്ഥാപന മാനേജ്മെന്റ് ആണെന്ന് പറയുന്ന ഹിജാബിനെതിരായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കി. ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞു, ഹിജാബിനെതിരായ വിധി പറഞ്ഞു. ഇങ്ങനെ വിധി പറഞ്ഞപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വിധിയാണെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ആ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പലപ്പോഴും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവിടുത്തെ ആ സ്ഥാപന അധികൃതർക്ക് അതിൻ്റെ അനുമതിയും അധികാരവും നൽകിയിട്ട് അവർ വെച്ച് നീട്ടുന്ന താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ മതപരമായ അവകാശം നിഷേധിക്കപ്പെടുന്ന നിയമപരമായ പരിരക്ഷ അതിന് ലഭ്യമാകുമെന്ന ആശങ്കയുടെ മുൻനിന്നുകൊണ്ട് കർണാടകയുടെ വിധിയാണെങ്കിൽ പോലും ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ആ ഹർജി തീർപ്പ് പറഞ്ഞുകൊണ്ട് 4 ജഡ്ജിമാരാണ് വിധി പറഞ്ഞത്. അതിൽ 2 ജഡ്ജിമാർ നേരത്തെ പറഞ്ഞ കർണാടക ഹൈക്കോടതിയുടെ വിധിയെ ശരിവെച്ചു. എന്നാൽ 2 ജഡ്ജിമാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാദമാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ വിധി പറഞ്ഞു. ഭാഗികമായി സമസ്തക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഒരു കീഴ്ക്കോടതിക്കും ഇതൊരു സ്ഥാപനത്തിന്റെ പരമാധികാരമാണ്, അതിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് അന്തിമമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിയമപരിരക്ഷ ലഭ്യമാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഈ നിയമ പോരാട്ടത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്പോഴും നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിയമപോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ രാജ്യത്തെ വഖഫ് സ്ഥാപനങ്ങളെ മൊത്തം തട്ടിയെടുക്കാൻ വേണ്ടി വലിയ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആ വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ കക്ഷികളൊക്കെ വലിയ ബഹളമുണ്ടാക്കി, വലിയ സമരം ചെയ്തു. അതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാക്കി. ആ നീക്കങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആ പാർലമെന്റിന്റെ ബഹളത്തെയും പ്രതിഷേധത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി. ആ JPCക്ക് മുമ്പാകെ പരാതിയുള്ള ആളുകൾക്കൊക്കെ പരാതി സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ പരാതി സമർപ്പിക്കാൻ അതിന് പ്രത്യേകമായ ഓൺലൈൻ പോർട്ടൽ ഉണ്ടാക്കി. അങ്ങനെ രാജ്യത്തുടനീളം നിരവധി മതസംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ അവിടെ ഭേദഗതികൾ അവിടെ സമർപ്പിച്ചു. അവസാനം ഇതുപോലെ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള സംഘടനകൾക്ക് വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി
ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ഹിയറിംഗ് സംഘടിപ്പിച്ചു. ആ ബാംഗ്ലൂരിൽ നടന്ന ഹിയറിംഗിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകം മനസ്സിലാക്കണം, വഖഫ് ഭേദഗതി നിയമം നടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വഖഫ് സ്ഥാപനങ്ങളും വഖഫ് സ്വത്തുക്കളും തട്ടിയെടുക്കാൻ വേണ്ടി സംഘപരിവാർ ഭരണാധികാരികൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അപകടകരമായ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കാനും അതിൽ അപകടകരമായ നിയമങ്ങളെയും വ്യവസ്ഥകളെയും ഒഴിവാക്കിയിട്ട് സുതാര്യമായ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രാജ്യത്തുടനീളം നടന്ന ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിൽ ആ JPC കമ്മിറ്റി ഹിയറിംഗ് സംഘടിപ്പിച്ചു. ആ ഹിയറിംഗ് നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. ആ ബാംഗ്ലൂരിൽ നടന്ന ഹിയറിംഗിൽ കേരളത്തിൽ നിന്ന് ആകെ പങ്കെടുത്ത സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമായിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ വേദിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സമസ്തയുടെ PRO അഡ്വക്കേറ്റ് തൊയ്യിബ് ഹുദവിയാണ്. ബഹുമാന്യനായിട്ടുള്ള സമസ്തയുടെ പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരം സമസ്തയുടെ ആവശ്യം ആ ഹിയറിംഗിൻ്റെ ആ സമിതിക്ക് മുമ്പാകെ അവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ആ ഹിയറിംഗിന് ശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നാമമാത്രമായ ചില ഭേദഗതികൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ആ പാർലമെന്റിൽ ആ വഖഫ് ഭേദഗതി നിയമമാക്കി അത് പാസാക്കിയ സമയത്ത് ആ നിയമം പുറത്തു വന്ന സമയത്ത് പലപ്പോഴും വീണ്ടും ഒരുപാട് അപകടകരമായ നിയമങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ്. സമസ്തയുടെ ഉസ്താദുമാർ വീണ്ടും തീരുമാനിച്ചു, ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ആ നിയമത്തിലുള്ള അപകടകരമായ വ്യവസ്ഥകൾ ഒഴിവാക്കി കിട്ടുന്നതിനു വേണ്ടി നാം സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സമസ്ത വിവിധ സംഘടനകളൊക്കെ സമർപ്പിച്ചിരുന്നു. 100 കണക്കിന് ഹർജികൾ ആ സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. പക്ഷേ സമസ്തയുടെ ആവശ്യം വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നല്ല, അതിനേക്കാളപ്പുറം ആ ഭേദഗതി നിയമത്തിൽ ഇവിടുത്തെ വഖഫ് സ്ഥാപനങ്ങളെയും വഖഫ് സ്വത്തുക്കളെയും വഖഫ് സ്ഥാപന ഭാരവാഹികളെയും ദോഷകരമായി ബാധിക്കുന്ന വ്യവസ്ഥകൾ എണ്ണി പറഞ്ഞിട്ട് ഈ അപകടകരമായ വ്യവസ്ഥകൾ ആ വകുപ്പിൽ നിന്ന് ആ നിയമത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണമെന്നും അതോടൊപ്പം ഈ കേസ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതുവരെ വഖഫ് സ്ഥാപനങ്ങളുടെ അതിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ബോർഡിൻ്റെ പോർട്ടലിൽ അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്ന ആ നിർദ്ദേശം ഒഴിവാക്കണമെന്ന് സമസ്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. അവസാനം മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും വഖഫ് ഭേദഗതി നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ അപകടകരമായിട്ടുള്ള ഏതാനും വ്യവസ്ഥകൾ സമസ്ത നടത്തിയിട്ടുള്ള ഈ നിയമ പോരാട്ടത്തിലൂടെ ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലൂടെ സമസ്ത നേടിയെടുത്തിട്ടുള്ള സുപ്രധാനമായ മറ്റൊരു നേട്ടമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് ഒരു നിയമം പാസാക്കി. ഒരു ഭർത്താവ് ഭാര്യയെ 3 തലാഖ് ഒന്നിച്ചു ചൊല്ലുന്ന ആ മുത്തലാഖിനെ രാജ്യത്ത് നിയമം മൂലം നിരോധിക്കുന്നു. ഇവിടെ ക്രൈസ്തവ സഹോദരന്മാർ വിവാഹമോചനം നടത്തുന്നത് സിവിൽ നിയമത്തിന്റെ പരിധിയാണ്. ഹൈന്ദവ സഹോദരന്മാർ വിവാഹമോചനം നടത്തുന്നത് സിവിൽ നിയമത്തിന്റെ പരിധിയാണ്. മറ്റു പല സമുദായങ്ങളുടെയും വിവാഹമോചനം ഇവിടുത്തെ സിവിൽ നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത്. എന്നാൽ മുസ്ലിങ്ങളുടെ വിവാഹമോചനത്തെ ഒരു കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് ആ വിവാഹമോചനം അത് മുത്തലാഖ് മുഖേനയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായി ചിത്രീകരിക്കുകയും ജാമ്യം നിഷേധിക്കുന്ന ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് ആ നിയമം ധാരാളം നിരപരാധികളായിട്ടുള്ള ഭർത്താക്കന്മാരെ ആ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേസിൽ കൊടുക്കാനും പല രീതിയിലുള്ള പകപോക്കലുകൾക്കും വ്യക്തിവിരോധങ്ങൾക്കും കുടുംബ സംഘർഷങ്ങൾക്കുമൊക്കെ ഈ മുത്തലാഖ് നിരോധന നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മുത്തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നമ്മൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ പറഞ്ഞു, മുത്തലാഖ് എന്നല്ല, ഒരു തലാഖിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം നടത്തുന്നുവെങ്കിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഘട്ടം വന്നാൽ പോലും ഒരു ത്വലാഖ് ചെല്ലാൻ മാത്രമാണ്
പരിശുദ്ധമായ ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. 2ഉം 3ഉം ഒക്കെ അതിലൊരിക്കലും അത്തരമൊരു സംവിധാനത്തെ ഇസ്ലാമിക ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള ചില വകുപ്പുകൾ ഇസ്ലാമിക ശരീഅത്തിലുണ്ട് എന്ന ആ കൃത്യമായ പ്രായോഗികമായ മറ്റൊരു സമുദായത്തിലും കാണാത്ത പ്രായോഗികമായിട്ടുള്ള കൃത്യമായ ആ വിവാഹമോചന രീതിയെ നമ്മുടെ അഭിഭാഷക സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു. ആ വിധി ആ ഹർജിയുടെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ദുരുപയോഗ സാധ്യതകളുടെയും പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിധി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുപ്രധാനമായിട്ടുള്ള ഈ നിയമ പോരാട്ടത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യത്ത് ഏതെല്ലാം സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ അതേതെല്ലാം സമുദായങ്ങളുടെ കൈവശമാണുള്ളതെങ്കിൽ അതത് സമുദായങ്ങളുടെ കൈവശമായിട്ട് തന്നെ അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ബാബറി മസ്ജിദ് ഒഴികെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ആരാധനാലയങ്ങൾക്കും അത് ബാധകമാണ് എന്ന 1991 ഒരു ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ആരാധനാലയ സംരക്ഷണ നിയമം പറയുന്നത് ഈ രാജ്യത്ത് ഏത് സമുദായങ്ങളുടെ ആരാധനാലയമാണെങ്കിലും 1947 ഓഗസ്റ്റ് 15 ആ ആരാധനാലയം ആരുടെ കൈവശമാണുള്ളത്, ആ ആരാധനാലയത്തിനെതിരെ മറ്റൊരു വിഭാഗത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായും ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ വീണ്ടും വീണ്ടും പുതിയ ബാബരി മസ്ജിദുകൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് മധുരയിലും മറ്റുമൊക്കെ കൊണ്ടു നടക്കുന്ന ഇതേപോലുള്ള പുതിയ പുതിയ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അജണ്ടകളെ പൂർണ്ണമായി നിരാകരിക്കുന്ന ആ അജണ്ടകൾ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം. ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ചില സംഘപരിവാർ നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ആരാധനാലയ നിയമം ആ ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കണം. അങ്ങനെ ഇവിടുത്തെ സുപ്രീം കോടതിയിൽ ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാർ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ നിയമം റദ്ദാക്കണമെന്ന് ഹർജി കൊടുത്തു എന്ന വാർത്ത വന്നപ്പോഴേക്ക് മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞു, ഈ ആരാധനാലയ സംരക്ഷണ നിയമമാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന നമ്മുടെ പള്ളികളുടെയും എല്ലാ സമുദായങ്ങളുടെയും ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ കവചം. അതുകൊണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഉടനെ ആ ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കണമെന്ന ആവശ്യത്തിനെതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു, ഈ ആരാധനാലയ നിയമം റദ്ദാക്കപ്പെടാൻ പാടില്ല. ഈ രാജ്യത്തെ നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ആ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാൻ, വർഗീയ കലാപമുണ്ടാക്കാൻ, മതപരമായ ചേരിതിരിവുണ്ടാക്കാൻ, രാഷ്ട്രീയമായ സംഘർഷമുണ്ടാക്കാൻ, അധികാരത്തിലേക്ക് വർഗീയത ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇക്കാലം അത്രയും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അതിനെല്ലാം പരിഹാരമാകുന്നൊരു നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം. അതുകൊണ്ട് ആ നിയമം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞ് കൃത്യമായ വാദങ്ങൾ നിരത്തി സമസ്ത സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തി. അതിനുശേഷം ആ നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു. ആ സുപ്രീം കോടതി പറഞ്ഞ വിധിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: പുരാതനമായ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അവകാശ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം അവകാശങ്ങളുമായിട്ട് ആര് വന്നാലും ഒരു സർക്കാരും ഒരു കോടതികളും ഇതിനനുകൂലമായ ആരാധനാലയ സംരക്ഷണത്തിന് വിരുദ്ധമായ ഒരു ഉത്തരവും പുറപ്പെടുവിപ്പിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. നിലവിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയ സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേ നടക്കുന്നുണ്ടെങ്കിൽ ആ സർവേകൾ ഉടനെ നിർത്തിവെക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു. അതിന് പുറമെ ആരാധനാലയങ്ങളുടെ സ്വഭാവങ്ങൾ മാറ്റിത്തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് മറ്റൊരു വിഭാഗത്തിൻ്റെതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്
ഇനി ആരെങ്കിലും ഹർജിയുമായി വന്നാൽ ഇന്ത്യയിലെ ഒരു കീഴ്ക്കോടതിയും ആ ഹർജി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ചരിത്രപ്രധാനമായ വിധിയിലൂടെ പറഞ്ഞു. ഈ 3 വിധിയും ആരാധനാലയ സംരക്ഷണ നിയമമായിട്ട് സമ്പാദിക്കുന്നതിൽ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ. ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് ഒരു സമൂഹത്തെ എത്തിക്കുന്നത് രാജ്യവ്യാപകമായി നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അപകടകരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരമത നിന്ന ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അപകടകാരികളാണ്, അവർ ഭീകരവാദികളാണ്, അവർ പൗരത്വം നിഷേധിക്കപ്പെടേണ്ടവരാണ്, അവർ ഈ രാജ്യത്ത് പുറത്തു പോകേണ്ടവരാണ്, അവർ 2ാംകിട പൗരന്മാരാണ് തുടങ്ങി ഈ സമുദായത്തിനെതിരെ നിരന്തരമായി വിദ്വേഷ പ്രസംഗങ്ങളും പ്രചരണങ്ങളും മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാനമായ വിധിന്യായം സുപ്രീം കോടതി പറഞ്ഞപ്പോ ആ വിധിന്യായത്തിൽ പറഞ്ഞു, ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളെയും വിദ്വേഷ പ്രഭാഷണങ്ങളെയും വിദ്വേഷ പ്രചാരണങ്ങളെയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അച്ചടി മാധ്യമങ്ങളിലാണെങ്കിലും മറ്റു പൊതുനിരത്തിലാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഒരു മാർഗരേഖ അവതരിപ്പിച്ചു. ആ മാർഗരേഖയിൽ പറഞ്ഞു, രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ തസ്തികയിൽപ്പെടുന്ന ആ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഓരോ ജില്ലയിലും നിയമിക്കണം, ഒരു നോഡൽ ഓഫീസറായിട്ട് നിയമിക്കണം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ആ ജില്ലയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നാൽ, ആ ജില്ലയിൽ വിദ്വേഷ പ്രസംഗം നടന്നാൽ, ആ ജില്ലയിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നാൽ, ആ ജില്ലയിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കപ്പെടുന്ന ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അത്തരം പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്ന സമയത്ത് അവിടുത്തെ ഉത്തരവാദപ്പെട്ട ജില്ലാ പോലീസ് ഓഫീസറും അതിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി നടപടിയെടുത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, ഇല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഓരോ ജില്ലയിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന് ഈ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. ദൗർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ എല്ലാ ജില്ലകളിലേക്കും ഒരു സർക്കുലർ അയച്ചു. ആ സർക്കുലറിന്റെ കോപ്പി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ DGP എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കുമായി അയച്ചു. അല്ലാതെ സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗരേഖ നടപ്പാക്കാൻ ഇവിടെ ആരും തയ്യാറായില്ല. ഇതാരും തയ്യാറാകാതെ വന്നപ്പോൾ വീണ്ടും വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങളും വിദ്വേഷ പ്രചരണങ്ങൾ നടന്നപ്പോൾ 2-3 ആഴ്ച മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞു, സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിന് ശേഷം പറഞ്ഞു, ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിദ്വേഷ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി സുപ്രീം കോടതി അവതരിപ്പിച്ച ഈ മാർഗരേഖ നടപ്പായിട്ടില്ല. എന്നാൽ വിദ്വേഷ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ മാർഗരേഖ ഫലപ്രദമായി നടപ്പിലാക്കാൻ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ ഇന്ത്യയിലെ ഏക സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. എൻ്റെ സമയം അവസാനിച്ചു. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ നിയമ പോരാട്ടങ്ങളിലൂടെ, ആദർശ പോരാട്ടങ്ങളിലൂടെ, നിയമവിധേയമായ പ്രബോധക സംരംഭങ്ങളിലൂടെ ഈ സമുദായത്തിൻ്റെ വിശ്വാസവും അവകാശവും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം സംരക്ഷിക്കപ്പെടുന്നതിനാവശ്യമായ രീതിയിൽ ഈ സമുദായത്തിൻ്റെ ആരോഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ 100 കണക്കിന് നേട്ടങ്ങൾ എല്ലാ മേഖലയിലും നമുക്ക് എടുത്തുദ്ധരിക്കാൻ സാധിക്കും. ആ ഒരു തലത്തിലേക്ക് വളരാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. ഇതേപോലെ മാധ്യമ മേഖലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അൽ-ബയാൻ മുതൽ സുപ്രഭാതം വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ പത്രപ്രസിദ്ധീകരണങ്ങളുടെ ഒരു വലിയ പരമ്പര നമ്മുടെ മുമ്പിലുണ്ട്. 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 12 വർഷം പൂർത്തിയാകുന്ന സുപ്രഭാതം ദിനപത്രം ഏത് എതിർപ്പുകൾ വന്നാലും
ആ സുപ്രഭാതം വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു പത്രമായി മാറിയെടുക്കുന്ന രീതിയിൽ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പത്രത്തിൻ്റെ പ്രാധാന്യം സമസ്തക്കാർ മാത്രമല്ല, സുന്നികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സമൂഹം തന്നെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്വീകാര്യം നേടിയിട്ടുള്ള ഒരു പത്രമാക്കി മാറ്റാൻ സുപ്രഭാതത്തെ സാധിച്ചു എന്നുള്ളത് നമ്മൾ നേടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ 100ാം വാർഷിക ആഘോഷവേളയിൽ ഏത് പ്രചരണങ്ങൾ നടന്നാലും, ഏത് വെല്ലുവിളികൾ നടന്നാലും, എന്ത് വിദ്വേഷ പ്രചരണങ്ങൾ നടന്നാലും, ഏതർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പ്രയാസകരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നമ്മൾ കൈവരിച്ച ഏറ്റവും വലിയ, ഏറ്റവും ഒടുവിലത്തെ നേട്ടം എന്ന് പറയുന്നത് ഈ 100ാം വാർഷിക ആഘോഷവേളയിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ അജയ്യനായ ഒരു അമരക്കാരനായി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ ഈ 100ാം വാർഷിക കാലയളവിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ ലഭ്യമായി എന്നുള്ളത് അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം 100 വർഷക്കാലത്തിനിടയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ട്, വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ട് കേരളത്തിൻ്റെ മുസ്ലിം മുഖ്യധാരയിൽ മാത്രമല്ല, കേരള മോഡൽ പകർത്താൻ ആഗ്രഹിക്കുന്ന ലോകത്തെവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന, ആകർഷിക്കപ്പെടുന്ന, അവർക്കൊക്കെ ആത്മവിശ്വാസം പകരുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മഹാന്മാരായ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം നേടിയെടുത്തിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ നേട്ടം. ആ നേട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാർ, ഇവിടുത്തെ കാസർഗോഡ് ജില്ലയുടെ സംഘടനാ പ്രവർത്തകന്മാർ, അതേപോലെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള വിക്കായുടെ സഹപ്രവർത്തകന്മാർ, രാപ്പകൽ ഭേദമന്യേ ദിവസങ്ങളായി ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ, വളണ്ടിയർമാർ, ഇതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവരിൽ നിന്നും അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിനു വേണ്ടി, വാർഷികാഘോഷത്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ധന്യമായ നിമിഷങ്ങളും നമ്മൾ നിന്ന് ഏറ്റവും നല്ല സുഹൃതമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.